എന്താ രസല്ലേ? എന്തോരം മരങ്ങളെവിടെയില്ല നോക്കി. കൊറേ പക്ഷിയുണ്ട്. നമ്മളവിടെ ഇങ്ങനൊന്നുമില്ല. അയ്യോ അയ്യോ അയ്യോ, വിമാനം. വിമാനമേ, ഇത്ര അടുത്തോട്ട് വിമാനം പോവും? ദേ അങ്ങെത്തി. എപ്പോ വിമാനം കാണാം. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് വിമാനത്തിൽ പോകാൻ. അടുത്തുനിന്ന് കാണുകയൊക്കെ ചെയ്യാലോ. നിങ്ങൾക്ക് നല്ല സുഖം അല്ലേ? ഇവിടെ വീടായോണ്ട് വിമാനവും പക്ഷിയും ഒന്നും പറയണ്ട. നമ്മൾ അങ്ങോട്ടൊന്നും കാണൂല. പാട്ട് കേൾക്കാം. നല്ല വലിയ മുട്ടലാണ്. ഏച്ചിയേ, അവിടെ എന്തോ പറയുന്നുണ്ട്. ഓ, എന്നാ ഏട്ടത്തി, എന്നെ ഒന്ന് സൈക്കിൾ പഠിപ്പിച്ചു തരുവോ? സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിലേ സ്കൂട്ടി ഓടിക്കാലോ. ചേച്ചിക്ക് അറിയാലേ? ചേച്ചി കാറും സ്കൂട്ടിയൊക്കെ സ്പീഡിൽ പോകുന്നല്ലേ പറഞ്ഞേ. എന്നെ കൂടെ ഒന്ന് പഠിപ്പിച്ചു തരുമോ? ആ, ഞാൻ പഠിപ്പിച്ചു തരാം. സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് സ്കൂട്ടി ഓടിക്കാലോ. സ്കൂട്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേഗം പിന്നെ കാർ ഓടിക്കാലോ. കാർ ഓടിച്ചു കഴിഞ്ഞാൽ പാട് വിമാനം നേരത്തെ നേരോട്ട് പോകാണ്ടില്ലേ? ഏണിയുണ്ട്. ഏണി വെച്ചിട്ട് കയറിയാൽ മതി, ആകാശത്ത് വേഗം എത്തും. ഓട്ടിക്ക പ്ലെയിൻ ഓട്ടിക്ക എല്ലാത്തിനും സൈക്കിൾ ബാലൻസ് ഉണ്ട്. ആദ്യം സൈക്കിൾ ബാലൻസ് ആക്കണം കേട്ടാ. തേച്ചു അങ്ങനെ പറയുന്നേ. ഇതുപോലത്തെ ശാപം ഇതിനാണല്ലോ ദൈവമേ എന്റെ ആങ്ങളൊക്കെ കിട്ടിപ്പോയി. ഓൻ എന്ത് പാവം ചെയ്തിട്ടാണ് ഇത്രയും വിവരം കൂടിയതൊക്കെ കിട്ടിപ്പോയത്. കഷ്ടകാലം എന്നല്ലാണ്ട് എന്ത് പറയാനോ. ആവേശത്തിന് എന്തെല്ലോ ചാവട്ടെ. ആകാശത്ത് നോക്കിയിരുന്നോ? അരമണിക്കൂർ കഴിച്ചമ്മ അടുത്ത ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും. പട്ടിക്കാട്. മോനെ കാഴ്ചയെല്ലാം കണ്ടത് പിന്നെ കാണാ. നീ തന്നെ ഇല്ലേ? ചായ കുടിക്ക. എന്താമ്മേ? ചായന്റെ കടിയാ? സമയായ അതിന് മാത്രോ? നമ്മളെല്ലാം ഒരു 10 മണിയെല്ലാം ആവുപ്പ കഴിക്കാൻ വേണ്ടിട്ട്. സമയായില്ലേ? പിന്നെ അച്ഛനും മോനെല്ലാം പിന്നെ കുടിക്കട്ടെ, എണീച്ചിട്ടില്ലല്ലേ. പുട്ടും ചെറുപയറാണ്. എന്റെ മോള് വാ. നീ മുമ്പ് ഒരു ഗ്ലാസ് ചായ കുടിക്കാമേ. ചായ കുടിച്ചിട്ട് പിന്നെ പുട്ടും ചെറുപയറും കൂട്ടി കഴിക്കാം. നല്ല കപ്പ കിട്ടുവാമേ. നമുക്ക് വൈകുന്നേരം ചായക്ക് പുഴുങ്ങാൻ. നമുക്ക് വൈകുന്നേരം ചായക്ക് കപ്പയില്ലാണ്ടാവൂല. കപ്പയും നല്ല മീനും മുളകിട്ടതും വായിന്ന് വെള്ളം ഊറുന്നു. കപ്പയാ? കപ്പ അച്ഛൻ എണീക്കട്ടെ. അച്ഛൻ എണീച്ചിട്ടാകുമ്പോ അച്ഛനോട് പറയാ വൈകുന്നേരം മോക്ക് അമ്മ കപ്പ പുഴുങ്ങിത്തരാം. വാ, നമുക്ക് മോക്കൊപ്പരം കുടിക്കാം. അടുക്കളയിൽ പണി എന്തെങ്കിലും ഉണ്ടാകുമ്പോ ഞാൻ സഹായിക്കാം. പണി എന്നാണ് പണിയെടുക്കണ്ടേ? നീ ചായം കുടിച്ചിട്ട് ആടെ ഇരുന്നോ. എന്നിട്ട് ഓളോട് വർത്താനെല്ലാം പറഞ്ഞിട്ടിരിക്കും. നിങ്ങള് ആങ്ങളെ എൻ്റെ ഓളും പെങ്ങള് ഒന്നുമില്ല. എല്ലാരും നല്ല ഐക്യായിരിക്കണം. അമ്മ പറഞ്ഞു എന്നോട് അടുക്കളയിൽ ജോലിയൊന്നുമില്ല, എല്ലാം അമ്മ തന്നെ ചെയ്തോളും. കല്യാണം കഴിഞ്ഞ് ഇന്നലെ വന്നല്ലേ ഉള്ളൂ, കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അമ്മയോട് അങ്ങോട്ട് സഹായിക്കാന്ന് പറഞ്ഞതാ. പിന്നെ അമ്മയ്ക്ക് ഒരേ നിർബന്ധം ഇവിടെ വന്നിട്ട് ചേച്ചിക്ക് കൂട്ടിരിക്കാം, ചേച്ചിയോട് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരുന്നോളാൻ പറഞ്ഞു. കുറച്ച് പരിചയമാവട്ടെ എന്നിട്ട് മതിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചപ്പം ചേച്ചിയായിട്ട് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാൻ വെച്ചു. ചേച്ചീന്നാ
നിങ്ങൾ എന്തിനാണ് ചേച്ചിന്ന് വിളിക്കുന്നത്? എൻ്റെ ഏട്ടനല്ലേ നിങ്ങളെ കല്യാണം കഴിച്ചു, അപ്പൊ ഞാൻ നിങ്ങൾക്ക് അനിയത്തിയല്ലേ? സ്ഥാനം കൊണ്ട് അനിയത്തി ആണെങ്കിലും ചേട്ടന്റെ ഭാര്യ തന്നെ, പക്ഷെ സ്ഥാനം കൊണ്ട് ചേച്ചി എനിക്ക് അനിയത്തി ആണെങ്കിലും ഞാൻ എന്നെക്കാളും 2 വയസ്സിന് മൂത്തയല്ലേ, ഞാൻ എങ്ങനെയാ പേര് വിളിക്കുക? സ്ഥാനം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് അനിയത്തിയല്ലേ? 2 വയസ്സ് മൂപ്പുണ്ടെന്ന് വെച്ചിട്ട് സ്ഥാനല്ലേ നോക്കണ്ടേ? എന്നെ ചേച്ചിന്നൊന്നും വിളിക്കണ്ട കേട്ടോ, എൻ്റെ പേര് വിളിച്ചോ. ചേച്ചിക്ക് അങ്ങനെ ഇഷ്ടമെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ തന്നെ വിളിക്കാം. എൻ്റെ പേര് അറിയില്ലേ, അത് വിളിച്ചാൽ മതി. കുഞ്ഞുമോള്, കുഞ്ഞുമോള് നമ്മളെ വിളിക്കല്. കുഞ്ഞുമോള് അമ്മയുടെ ഒരു കാര്യം. കുഞ്ഞിമോളോ? എന്റെ പേര് സുരഭി രാജ്. രാജാ? ഇതിന് തന്തയുടെ പേര് മാറ്റല്ലടി, പേര് സുരഭി രാജപ്പൻ. ആ ഒരു ഒന്ന് പരിഷ്കരിച്ചതാ, സുരഭി രായപ്പൻ. ഇപ്പത്തെ പിള്ളേരുടെ കാര്യം, തന്തേന്റെ പേര് വരെ പരിഷ്കരിക്കുകയെന്നല്ല ദൈവമേ. അച്ഛൻ കേൾക്കണ്ട, എന്റെ സുരഭി രാജ്. സുരഭി രായപ്പൻ അത് മതി. നമ്മളോളെ പണ്ടേ കുഞ്ഞുമോളെന്നാ വിളിക്കല്. ഓളിപ്പം നമുക്ക് കുഞ്ഞുമോളാ, പക്ഷെ ഓക്ക് അത്ര ഇഷ്ടമില്ല, വലിയ പെണ്ണായി പോയില്ലേ. ഓ, എന്നാ ഞാൻ കുഞ്ഞിമോളേന്ന് വിളിക്കാം. കുഞ്ഞിമോളെ, കുഞ്ഞിമോളെ. കുഞ്ഞിമോളും ചേട്ടത്തി നമ്മൾ തമ്മിൽ തിക്ക് ഫ്രണ്ട്സ് ആയിരിക്കണം കേട്ടോ. കാണുന്നവരൊക്കെ ചേട്ടന്റെ ഭാര്യയും അനിയത്തിയാന്ന് പറയരുത്, അത്രയും തിക്ക് ഫ്രണ്ട്സ് ആയിരിക്കണം. എന്നാലും എൻ്റെ ആങ്ങളിൻ്റെ ഒരു ഗതി, എന്നെ പഠിച്ച ആൾക്ക് 10ാം ക്ലാസ് പോറ്റാനാണല്ലപ്പ. എങ്ങനെയാണ് ആളെ കൂട്ടത്തിൽ ഇനിയും കൊണ്ട് പോവത്? അനിയത്തി എന്താ അങ്ങനെ പറഞ്ഞേ? പറഞ്ഞതൊരു ശരിയില്ലല്ലോ. ആഹാ, കല്യാണം കഴിഞ്ഞിട്ട് ഇന്നലെ വന്നേ ഉള്ളൂ, എന്നോട് പോരെടുക്കാൻ നിൽക്കുക. എന്റെ സ്വഭാവം വെറുതെ ചീത്തയാക്കണ്ട കേട്ടാ. വന്ന് കേറി അന്ന് തന്നെ വെറുതെ എന്നെക്കൊണ്ട് അടിക്കാൻ. എന്റെ സ്വഭാവം എടുക്കണ്ട കേട്ടാ. നിന്റെ ചേട്ടൻ എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ അച്ഛനും അമ്മയോടും പറഞ്ഞ് ഇവളെ എനിക്ക് കെട്ടിച്ചു തരണേന്നും പറഞ്ഞിട്ട് വന്നിട്ട് കെട്ടിക്കൊണ്ടുവന്നല്ലേ. ഇത് നീ എന്താ ഇങ്ങനെ പറയുന്നേ? അന്നേരം എനിക്കറിയില്ലേ ഞാൻ 10ാം ക്ലാസ് തോറ്റയാന്ന്? ഓ, നിങ്ങള് വലിയ വിദ്യാഭ്യാസം ഉള്ള ആൾക്കാര്. എന്റെ തനിക്ക് ഉണങ്ങി എടുക്കണ്ട കേട്ടാ. ഇപ്പല്ലേ ഞാൻ പറഞ്ഞ തിക്ക് ഫ്രണ്ട്സ് ആയിരിക്കണം, അന്നേരം തന്നെ പൊട്ടി. ഒക്കെ ഇത് തീരെ പിടിച്ചിട്ടില്ല. നീണ്ടപ്പാ രണ്ടാളോട് കൂട്ടുകൂടി ഇരിക്കാൻ പറഞ്ഞിട്ട് ഇത് രണ്ടും എന്നാണ്. ഇങ്ങനെ നിന്നിനെ ഓരോ ആലോചന വരുമ്പോ നീ ഇങ്ങനെ ഓരോ കുറ്റം പറഞ്ഞിട്ട് നിന്നെയായിരിക്കും. കളക്ടർ ഇരുന്ന് വെച്ചിട്ടായിരിക്കും നിന്നിനി. ഓളെ ഞാൻ ചേച്ചീന്ന് വിളിച്ചപ്പോ ഒക്കെ പറ്റിയില്ല. 2 വയസ്സൊന്നും ആയിരിക്കുമല്ലോ, 5-6 വയസ്സ് മൂപ്പുണ്ട് എന്നെ കാണുമ്പോ തന്നെ. നിങ്ങൾ അങ്ങനെ പറഞ്ഞായിക്കൊന്നും വേണ്ട, ഇത് എന്റെ വീടാണ്. ഇന്നലെ വന്നു കയറിയിട്ട് ഓള് പറയാ. എനക്കറിയാം നല്ല ആലോചന വരുമ്പോ പോവേ, ഇപ്പൊ പോവാൻ സൗകര്യം ഇല്ല. പിറുവിറുക്കുന്നില്ല ഞാൻ കേട്ടില്ല കേട്ടോ. ആഹാ, കാണിച്ചു തരാം. നീ പോണ്ടതാ, ഞാൻ എന്നും ഇവിടെ നിൽക്കേണ്ടതാ കേട്ടാ. അത് നീ ഓർത്തിട്ട് വർത്താനം പറഞ്ഞാൽ മതി, വെറുതെ എന്റെ തനിക്കോണം നീ എടുക്കണ്ട. ഓ, ഇതിന്റെ മുമ്പിൽ അധികം ഇരുന്നാൽ ശരിയാവൂല. എന്നോട് പറഞ്ഞു നിൽക്കണെങ്കിലേ ഈ പെണ്ണിനൊന്നും മിണ്ടാണ്ടെന്നൂടെ. ആ പെണ്ണ് വന്ന് കയറിയിട്ടല്ലേ ഉള്ളു. എന്റെ ദൈവമേ, എന്റെ വീട്ടിലും പാരയായ
രണ്ടെണ്ണത്തിന് ഇന്ന് ചെയ്യാ ഭഗവാൻ, ഇവളെ വേഗം കെട്ടിച്ചു വിടണം, അല്ലെങ്കിൽ ശരിയാവൂലപ്പാ. രണ്ടും കൂടി അന്നെ എല്ലാത്തിനും വരച്ച വരയിൽ നിർത്തണം എന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മ വിട്ടിനി. അതേ ശരിയാവും. എന്റെ അമ്മ പറഞ്ഞതേ ശരിയോ. പിന്നെ ഞാൻ വരച്ച വരയിലിട്ടിട്ട് ഇക്ഷ ഇന്ന എല്ലാം വരപ്പിക്കും. നീ അവിടെ ഇരിക്ക്, കുറച്ചൊന്നും പോരാ. ഇവിടെ ഇരിക്ക്, ഞാൻ പോയി ഗ്ലാസ് വെച്ചിട്ട് വരേ. കണ്ടിയൊന്നുമില്ല കേട്ടോ, നമ്മള് തിക്ക് ഫ്രണ്ട്സേ. ആയിക്കോട്ടെ കുഞ്ഞുമോളെ. അടുക്കാനും കഴിയില്ലല്ലോ ദൈവമേ. പൊന്നാങ്ങളെ എന്റെ ഒരു ഗതിയെ. കുഞ്ഞുമോൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഗ്ലാസ് വെച്ചിട്ട് വരാം. സാവധാനം പറഞ്ഞിട്ട് മനസ്സിലാക്കാം, അതേ ശരിയാവും. പിന്നെ ആട്ടെ. കുഞ്ഞുമോളല്ല, ഇത് മുഴുത്ത മോളാണ്, മുഴുത്ത മോള്.